പലപ്പോഴും സ്ത്രീകൾ പറയാറുള്ള പ്രശ്നമാണ്, സാർ എനിക്കൊരു എക്സ്ട്രാ മാറ്റൽ അഫയേഴ്സ് ഉണ്ടായിരുന്നു, അപ്പോൾ എനിക്ക് അദ്ദേഹമായിട്ടൊരു ഫിസിക്കൽ റിലേഷൻഷിപ്പ് ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ ഫിസിക്കൽ കണക്ഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ ഇപ്പോൾ അദ്ദേഹത്തിന് എന്നെ വേണ്ട, അല്ലെങ്കിൽ റിലേഷൻഷിപ്പിൽ നിന്ന് പുറത്തു പോകുന്നു, എനിക്കാണെങ്കിൽ ഇത് താങ്ങാൻ പറ്റുന്നില്ല, സഹിക്കാൻ പറ്റുന്നില്ല എന്നൊക്കെയാണ് ആളുകൾ പറയാറുള്ളത്. അതായത് ഒരു ഫിസിക്കൽ കണക്ഷൻ ഉണ്ടായിട്ട്, അല്ലെങ്കിൽ ഫിസിക്കൽ ഇമോഷൻ ഉണ്ടായിട്ട് ആളുകളെ വിട്ടു പോകാൻ പറ്റുമോ, അല്ലെ അത് ഭയങ്കര സേക്രഡ് അല്ലേ എന്നൊക്കെ ചോദിക്കാറുണ്ട് ആളുകൾ. ഒരുപാട് സ്ത്രീകൾ ചോദിക്കാറുണ്ട്. പലപ്പോഴും എന്നെ വിളിക്കുന്നത് ഒരു 90% സ്ത്രീകളായതുകൊണ്ട് ആ സ്ത്രീകളുടെ പ്രശ്നങ്ങളാണ് ഞാൻ കൂടുതലും കേട്ടിട്ടുള്ളത്. ഞാൻ ഇതിനുള്ള ഉത്തരവാണ് ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത്. ഫസ്റ്റ്, ഇതിനകത്ത് സ്ത്രീകൾ മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, അതായത് ഫിസിക്കൽ കണക്ഷനെ കുറിച്ച് അല്ലെങ്കിൽ ഫിസിക്കൽ ഇൻറ്റിമസിയെക്കുറിച്ചുള്ള അയാളുടെ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളുടെ കാഴ്ചപ്പാട് എന്താണെന്നാണ് ആദ്യം മനസ്സിലാക്കേണ്ടത്. അതിനൊരു എക്സാമ്പിളായിട്ട് നമ്മൾ പറയുകയാണെങ്കിൽ, മായാനദി എന്ന് പറയുന്ന സിനിമയിൽ ഐശ്വര്യലക്ഷ്മിയുടെ കഥാപാത്രം ടൊവിനോട് പറയുന്നുണ്ട്, അതായത് ഫിസിക്കൽ റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ ഫിസിക്കൽ ഇൻറ്റിമസി ഈസ് നോട്ട് എ പ്രോമിസ് എന്ന് പറയുന്നുണ്ട്. അവിടെ മായാലക്ഷ്മിയുടെ അല്ലെങ്കിൽ ഫിസിക്കൽ റിലേഷൻഷിപ്പിനെ കുറിച്ചുള്ള അല്ല ഫിസിക്കൽ ഇൻറ്റിമസിയെ കുറിച്ചുള്ള കാഴ്ചപ്പാട് ഡിഫറെൻ്റ് ആണ്. പക്ഷേ അതേ സമയത്ത് ടൊവിനോയുടെ കാഴ്ചപ്പാട് നേരെ തിരിച്ചു കാണും. അപ്പോൾ അവിടെ പ്രധാനമായിട്ടും ഒരു കോൺഫ്ലിക്റ്റ് നടക്കുന്നുണ്ട്. അതായത് ഐശ്വര്യലക്ഷ്മിയുടെ കഥാപാത്രം അത് ക്യാഷ്വലായിട്ട് എടുക്കാൻ പറ്റുന്നുണ്ട്, പക്ഷേ ടൊവിനോയുടെ ബിലീഫ് സിസ്റ്റം അനുസരിച്ച്, ടൊവിനോയുടെ ക്യാരക്ടർ അനുസരിച്ച്, ടൊവിനോയുടെ പേഴ്സണാലിറ്റി അനുസരിച്ച് അതിനെ അങ്ങനെ സിമ്പിളായിട്ട് കാണാൻ പറ്റത്തില്ല. അതാണ് ആ സിനിമ പറയുന്ന മെയിനായിട്ടുള്ളൊരു കാര്യം. അപ്പോൾ ആ എക്സാമ്പിളിൽ തന്നെയാണ് നമ്മൾ ഈ കാര്യത്തെയും കാണേണ്ടത്. നിങ്ങളുടെ കാമുകന് അത് വളരെ സിമ്പിളായിട്ടും വളരെ ക്യാഷ്വലായിട്ടും വളരെ നോർമലായിട്ടും ഒരു പ്രോസസ്സായിട്ട് കാണാൻ പറ്റുമെങ്കിൽ, അങ്ങനെയുള്ള ഒരാളാണ് നിങ്ങളുടെ കാമുകനെന്ന് നിങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ അവിടെ ബൗണ്ടറി സെറ്റ് ചെയ്യേണ്ടത് നിങ്ങളുടെ മാത്രം ഉത്തരവാദിത്തമാണ്. അല്ല എങ്കിൽ എന്താണ് പറയുക, നിങ്ങൾ മറ്റൊരു ഭാഗത്തേക്ക് പോവുകയാണെങ്കിൽ അതിൻ്റെ കോൺസിക്വൻസ് അനുഭവിക്കാനുള്ള ഉത്തരവാദിത്വം നിങ്ങൾക്ക് മാത്രമാണ്. പിന്നീട് പലപ്പോഴും ഇത് മനസ്സിലാക്കി കഴിഞ്ഞാൽ, ഇങ്ങനെ ഒരു അബദ്ധം പറ്റിയെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഇതിനകത്ത് നിന്ന് പലപ്പോഴും പുറത്തു വരാൻ വളരെയധികം ബുദ്ധിമുട്ടാണ്. ഇത്തരം ആളുകൾ ഫസ്റ്റ് എന്താണ് പറയുക, നിങ്ങളൊരു കൗൺസിലിംഗ് തേടുന്നതാണ് നല്ലത്. പലപ്പോഴും നിങ്ങളൊരു കൗൺസിലിംഗ് തേടേണ്ട സമയത്ത് നിങ്ങൾക്കൊരു മാനസിക വിഷമമുണ്ട്, അല്ല ഇമോഷണൽ ബ്രേക്ക് ഡൗൺ വന്നു എന്നുള്ള സമയത്ത് നിങ്ങൾ പ്രോപ്പറായിട്ടൊരു കൗൺസിലിങ്ങോ പ്രോപ്പറായിട്ടുള്ള അഡ്വൈസോ പ്രോപ്പറായിട്ടുള്ള ഗൈഡൻസോ എടുക്കാൻ പറ്റാത്തതുകൊണ്ടാണല്ലോ വീണ്ടും നിങ്ങൾ ഇങ്ങനെയുള്ള ഒരു എക്സ്ട്രാ മാറ്റൽ അഫയേഴ്സിലേക്കോ അല്ല ഇങ്ങനെയുള്ള സംവിധാനങ്ങളിലേക്കൊക്കെ പോകുന്നത്. പിന്നീട് അവിടെ പോകുമ്പോൾ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ പരിഹരിക്കണം. ഈ സാഹചര്യത്തിലെങ്കിലും നിങ്ങൾ നല്ലൊരു കൗൺസിലിങ്ങോ നിങ്ങളൊരു എക്സ്പെർട്ടിൻ്റെ ഹെൽപ്പൊക്കെ നേടുന്നതായിരിക്കും ആ ഒരു ബ്രേക്കപ്പിനകത്ത് നിന്നും പുറത്തു വരാനുള്ള ഏക സൊല്യൂഷൻ. അല്ലെങ്കിൽ നമുക്ക് അത്രയും ബുദ്ധി വേണം, നമുക്ക് അത്രയും ഐഡിയ വേണം, ഇതിനകത്തിലൊക്കെ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കാൻ സ്വന്തമായിട്ടുള്ള സ്കില്ല് വേണം. അല്ല എങ്കിൽ നിങ്ങളൊരു പ്രൊഫഷണൽസിൻ്റെ ഹെൽപ്പ് എടുക്കുന്നതായിരിക്കും നല്ലത്. ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് കാര്യങ്ങൾ അഡ്രസ്സ് ചെയ്യുന്നുണ്ട്, ഇഷ്യൂസിനെ കുറിച്ച് ചർച്ച ചെയ്യുന്നതുകൊണ്ടൊക്കെ നമുക്ക് ഒരുപാട് കോൾസുകൾ വരാറുണ്ട്. പലപ്പോഴും നമുക്കൊരിക്കലും പറയാൻ പറ്റില്ല അവിടെ ഉണ്ടായിരുന്ന ഒരു എക്സ്ട്രാ മാരിറ്റൽ അഫെയർ ശരിയാണോ തെറ്റാണോ എന്നൊന്നും നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. ആ എക്സ്ട്രാ മാരിറ്റൽ അഫെയർ കൊണ്ടുണ്ടായത് ഒരു ഫിസിക്കൽ റിലേഷൻ, ഫിസിക്കൽ ഇൻറ്റിമസി ശരിയാണോ തെറ്റാണോ എന്നൊന്നും നമുക്ക് പറയാനേ പറ്റില്ല. പക്ഷേ അതൊക്കെ സംഭവിച്ചു വന്നു. ചില കേസുകൾ നമുക്ക് തോന്നും ഇതാണ് ശരിയെന്ന് തോന്നും, ചില കേസുകൾ കേൾക്കുമ്പോൾ തോന്നും നമുക്ക് തെറ്റാണെന്ന് തോന്നും. അപ്പോൾ നിങ്ങൾ ഇങ്ങനെ ഒരു അവസ്ഥയിൽ പെട്ട് നിങ്ങൾ ബുദ്ധിമുട്ടുകയാണെങ്കിൽ തീർച്ചയായിട്ടും പ്രൊഫഷണൽസിൻ്റെ ഹെൽപ്പ് എടുക്കുക. നിങ്ങൾ ധൈര്യപൂർവ്വമായിട്ട് ജീവിതത്തിലേക്ക് തിരിച്ചു വരണം എന്നുള്ളതാണ് പറയാനുള്ളത്. ഒരുപാട് ആളുകൾ ഇതുകൊണ്ട് ബുദ്ധിമുട്ടുന്നുണ്ട്. യാഥാർത്ഥ്യമാണത് കേട്ടോ. ഞങ്ങൾ ഇത്രയും ആളുകളോടൊക്കെ സംസാരിക്കുന്നതുകൊണ്ടാണ് പലപ്പോഴും മനസ്സിലാക്കാൻ പറ്റുന്നത്. അപ്പോൾ എൻ്റെ ബുക്ക് ഉടനെ തന്നെ ഇറങ്ങുന്നുണ്ട്. ആ ബുക്കിൽ നമ്മൾ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ എങ്ങനെ അഡ്രസ്സ് ചെയ്യണം, എങ്ങനെയൊക്കെയാണ് ഇതിനെ ഹാൻഡിൽ ചെയ്യേണ്ടത്, നിങ്ങൾക്ക് ഏതൊക്കെ അവസരങ്ങളാണ് നിങ്ങൾ താർന്നു പോകുന്നത്, ഇതിനെക്കുറിച്ചൊക്കെ ഡീറ്റെയിൽ ആയിട്ട് എഴുതും. അപ്പോൾ അത്തരത്തിലുള്ള ബുക്കുകളൊക്കെ വാങ്ങിച്ച് നിങ്ങൾ പഠിക്കുക. നിങ്ങളുടെ ജീവിതം എന്താണ് പറയാം മാക്സിമം ഹാപ്പി ആയിട്ടിരിക്കുക. ഒരുപാട് സൊല്യൂഷൻസ് അതിനകത്ത് ഞാൻ പറയുന്നുണ്ട്. അപ്പോൾ അതുമായിട്ടൊക്കെ ബന്ധപ്പെട്ടാണ് ഞാൻ ഒരുപാട് ആളുകളുമായിട്ട് സംസാരിക്കുന്നതും ഒരുപാട് ഡേറ്റ കളക്ട് ചെയ്യാൻ ശ്രമിക്കുന്നത്. അപ്പോൾ ഈ ചെറിയൊരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിരുന്നു. വീണ്ടും മറ്റൊരു വീഡിയോ കാണാം. അതുവരേക്കും ബൈ ബൈ, താങ്ക് യു.